ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ പരീക്ഷയായിരുന്നു ഇത്. പേപ്പർ കിട്ടിയപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഞെട്ടിപ്പോയി. പേപ്പർ വെറും ഒരു ശൂന്യമായ ഷീറ്റ് മാത്രമായിരുന്നു. എല്ലാവരും വളരെ ആശയക്കുഴപ്പത്തിലായിരുന്നു. പക്ഷേ ആരും ഒന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല. കാരണം പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് പരീക്ഷകൻ 3 കർശനമായ നിയമങ്ങൾ പറഞ്ഞിരുന്നു. പരീക്ഷകനോട് സുരക്ഷാ ജീവനക്കാരനോട് സംസാരിക്കാൻ കഴിയില്ല. മുറിയിൽ നിന്ന് പുറത്തുപോകാനും പേപ്പർ വൃത്തികേടാക്കാനും കഴിയില്ല. ഈ 3 നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ നിങ്ങളെ അയോഗ്യനാക്കും. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ പരീക്ഷയായിരുന്നു ഇത്. ഇതിൽ ശരിയായ ഒരു ഉത്തരമേ ഉള്ളൂ. ഇതെല്ലാം കേട്ട് ആരും ശബ്ദിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒന്നും പറയാതെ പരീക്ഷകൻ 80 മിനിറ്റ് കൗണ്ട് ഡൗൺ ആരംഭിച്ച മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എല്ലാവരും അവരുടെ മുന്നിലുള്ള ശൂന്യമായ കടലാസിലേക്ക് നോക്കി. എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. ചോദ്യം പോലും എഴുതിയിട്ടില്ല. സമയം പതുക്കെ കടന്നുപോയി. ഒരു സ്ത്രീക്ക് എഴുതാൻ തോന്നി. കമ്പനി ഒരു കരിയർ റിപ്പോർട്ട് എഴുതാൻ ആഗ്രഹിച്ചിരിക്കാമെന്ന് അവൾ കരുതി. അതിനാൽ അവൾ ഒരു വരി എഴുതാൻ തുടങ്ങി. പക്ഷേ ആദ്യ വരി പോലും പൂർത്തിയായില്ല. പരീക്ഷകൻ വന്ന് അവളെ മുറിയിൽ നിന്ന് പുറത്താക്കി. യഥാർത്ഥത്തിൽ അവൾ 3ാമത്തെ നിയമം ലംഘിച്ചു. പേപ്പർ വൃത്തികേടാക്കിയിരുന്നു. ഇത് കണ്ട് എല്ലാവരും പേന താഴെ വെച്ചു. അപ്പോൾ ജാക്ക് ചിരിക്കാൻ തുടങ്ങി. എക്സാമിനർ 3 നിയമങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും നിയമങ്ങൾ ലംഘിക്കാത്തിടത്തോളം പ്രശ്നമില്ലെന്നും അയാൾ കരുതി. അവന്റെ സംശയം തീർക്കാൻ അവൻ റൂക്കിനോട് സംസാരിച്ചു. എക്സാമിനറോടും ഗാർഡിനോടും സംസാരിക്കരുത് എന്നതായിരുന്നു നിയമം. മറ്റുള്ളവരോട് സംസാരിക്കാം. സെക്യൂരിറ്റി ഗാർഡ് പ്രതികരിച്ചില്ല. ഇപ്പോൾ ജാക്ക് എഴുന്നേറ്റ് മുറിയിൽ ചുറ്റി നടക്കാൻ തുടങ്ങി. ഗാർഡ് അപ്പോഴും ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ ആളുകൾ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. പേപ്പർ ശൂന്യമായതിന്റെ കാരണത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ലിസ എഴുന്നേറ്റു. ഈ പേപ്പർ വെളിച്ചത്താൽ വെളിപ്പെടുന്ന ഏതോ പ്രത്യേക മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവൾ കരുതി. മറ്റുള്ളവരും അവളുടെ പ്രസ്താവന ശരിയാണെന്ന് കരുതി. അങ്ങനെ എല്ലാവരും പേപ്പറിൽ വെളിച്ചം വീശാൻ തുടങ്ങി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ മൈക്ക് കരുതി അൾട്രാവയലറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് വെളിച്ചത്തിൽ മാത്രമേ പേപ്പർ ദൃശ്യമാകൂ എന്ന്. പക്ഷെ മുറിയിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നിരാശരാകാൻ തുടങ്ങി. അപ്പോൾ അന്നയുടെ കണ്ണുകൾ ചുമരിലെ എമർജൻസി ലൈറ്റിലേക്ക് പതിഞ്ഞു. സ്ഥിരീകരിക്കാൻ ജാക്ക് ലൈറ്റ് തകർത്തു. മുറി ഇരുണ്ടോ എമർജൻസി ലൈറ്റുകൾ ഓണായി. അവർ വീണ്ടും പേപ്പറിൽ ലൈറ്റ് തെളിച്ചു. പക്ഷെ മാറ്റമൊന്നും ഉണ്ടായില്ല. ശരിയായ നിറത്തിലുള്ള ലൈറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരിക്കാമെന്ന് റൂക്ക് പറഞ്ഞു. അപ്പോൾ ആനി ചുമരിൽ മറ്റൊരു തരം ലൈറ്റ് കണ്ടു. ഒരുപക്ഷെ അത് ശരിയായ ലൈറ്റ് ആയിരിക്കാം. എല്ലാവരും ഒരുമിച്ച് ബാക്കിയുള്ള ലൈറ്റുകൾ പൊട്ടിച്ചു. ഇപ്പോൾ മുറിയിൽ ഒരു ചൂടുള്ള നിറമുള്ള ലൈറ്റ് വരുന്നു. പക്ഷേ ഇപ്പോഴും പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പോൾ 60 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഒരാൾ എഴുന്നേൽക്കുകയോ ഒന്നും പറയുകയോ ചെയ്തിട്ടില്ലെന്ന് ജാക്ക് ശ്രദ്ധിച്ചു. എല്ലാവരും അയാളുടെ അടുത്തേക്ക് പോയപ്പോൾ അയാൾ പറഞ്ഞു, 2ാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യും.